ഹലോ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിറ്റിൽ ഹനോ. ഇന്നൊരു സ്കൂൾ ലവ് സ്റ്റോറിയാണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. മൂവി തുടങ്ങുന്നത് തന്നെ നല്ല ഭംഗിയുള്ള സ്മാർട്ടായിട്ടുള്ള ഒരു ചെക്കൻ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ആ സ്കൂളിലെ പെൺകുട്ടികളുടെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചെക്കനാണ് ഇവൻ്റെ പേരാണ് ആദി. ഇപ്പോൾ ഇവൻ കളി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം അവന് ചുറ്റിലും നിൽക്കുന്നു. അതുപോലെ ഇവൻ ഇവിടെ കളിക്കുന്നത് ദൂരെ നിന്ന് നമ്മുടെ ഹീറോയെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവളുടെ പേരാണ് നോറ. ഇവൾ അവിടെ നിന്ന് നീ എന്ത് സൂപ്പറായാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞ് എന്തോ അവളുടെ ഫോണിൽ എഴുതുന്നു. എന്താണ് എഴുതുന്നത് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ലവ് ചെയ്യുന്നു. എന്നാൽ എന്താ ചെയ്യാ, ഇത് എന്നെ കൊണ്ട് ഓപ്പൺ ആയി പുറത്ത് പറയാൻ കഴിയില്ല. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ സീക്രട്ടായി ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് എഴുതി അപ്ലോഡ് ചെയ്യുന്നു. ആ പോസ്റ്റിന്റെ ടൈറ്റിലാണ് ലവ് സിക്ക് ആദി. അവൾ അവളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. അവളാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് ആർക്കും തന്നെ അറിയില്ല. അപ്പോഴാണ് ആദി ഇവളെ നോക്കി അങ്ങോട്ടേക്ക് വരുന്നത്. അവന്റെ പിന്നാലെ നിറയെ ഗേൾസും ഉണ്ട്. അതിലോണ്ട് പെണ്ണ് പറയാണ്, ആദി ഞാൻ നിനക്ക് വേണ്ടി കുക്കീസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവനക്ക് കൊടുക്കുന്നു. അവൻ അതും വാങ്ങി അവളുടെ അടുത്തുകൂടി നടന്നു പോയി. ഇമാജിനേഷൻ നമുക്ക് പലതും പറയാം, എഴുതാം. എന്നാൽ റിയാലിറ്റിയിൽ ആദിയെ പോലെ ഒരു ചെക്കൻ എന്നെ വെറുതെ പോലും നോക്കില്ല എന്ന് മനസ്സിൽ കരുതുന്നു. സത്യം അതാണ്. ആദിക്ക് ഇവളെ ആരാണെന്ന് പോലും അറിയില്ല. ഇവൾ വെറുതെ കിനാവ് പോലെ അവനെ സ്നേഹിക്കുന്നുണ്ടെന്നും ഡേറ്റിങ്ങിലാണെന്നും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. ഈ പോസ്റ്റ് ഒരാൾ വായിച്ച് നിങ്ങൾ നന്നായി എഴുതുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അയാൾ കമന്റ് ഇടുന്നു. അപ്പൊ ഇവൾ എനിക്ക് ഇമാജിനേഷൻ പവർ കൂടുതലാണ്, റിയാലിറ്റിയിൽ അവൻക്ക് ഞാൻ ആരാണെന്ന് പോലും അറിയില്ല എന്ന് മനസ്സിൽ വിചാരിച്ചു വരുമ്പോൾ അവിടെയുള്ള സ്റ്റാഫ് റൂമിൽ ആദി കിടക്കുന്നുണ്ട്. എന്തിനാണ് ഇത്രയും കുക്കീസൊക്കെ എനിക്ക് എന്ന് പറഞ്ഞ് അവൻ ഓരോ കുക്കീസും എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവന്റെ കൂടെയുള്ളവൻ അവനോട് പറഞ്ഞു, ഡേ നിനക്ക് എത്ര ആശിച്ചാണ് അവരിതൊക്കെ തന്നത്, നീ അത് എന്തിനാണ് ഒഴിവാക്കുന്നത്? ഞാൻ അവരോട് പറഞ്ഞോ ഇതൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തരാൻ, എന്തിനാണ് എല്ലാവരും എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്ന് ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവൾ ഇതൊക്കെ കേട്ടിട്ട് ഡോറിന്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ആ ഡോറ് താഴേക്ക് വീണു. കൂടെ ചേർന്ന് ഇവളും വീണു. ഇവർ ഇതൊക്കെ കണ്ടിട്ട് ഡേ എന്താ അവിടെ നീ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ചൂടാവുന്നു. അത് എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ബട്ട് ആ ഓട്ടത്തിനിടയ്ക്ക് അവൾ ഫോൺ എടുക്കാൻ മറന്നു. ഇത് കറക്റ്റായി ആദിയുടെ കയ്യിൽ തന്നെ കിട്ടി. വേറൊരു സ്ഥലത്ത് നോറ, അയ്യോ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തേ, കറക്റ്റായി അവന്റെ മുന്നിൽ തന്നെ പോയി വീണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള എല്ലാവരെയും അവളെ ഇടിച്ചിട്ട് പോകുന്നു. ഇവളുടെ ക്ലാസ്മേറ്റ്സ് ആണ്. അവരെല്ലാവരെയും നോക്കിയിട്ട് ഇവൾ പറയാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെയാണ്, ഇവർക്ക് ആർക്കും ഞാൻ ഇങ്ങനെ ഒരാൾ ഉള്ളതേ അറിയില്ല, എനിക്ക് ഇവിടെ ആരും ഫ്രണ്ട്സ് ആയിട്ടില്ല എന്ന് ഭയങ്കര വിഷമത്തിൽ പറയുന്നു. എന്ന് പറഞ്ഞ് ആദ്യം വന്ന് നിൽക്കുന്നു. അത് നീയോ എന്നൊക്കെ പറഞ്ഞ് അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു. അപ്പൊ അവൻ ഇത് നിന്റെ ഫോണാണോ എന്ന് ചോദിച്ചു. അതെ എൻ്റെ ഫോണാണ്. അയ്യോ എൻ്റെ കയ്യിൽ നിന്നും പോയതാ താ എന്ന് പറയുന്നു. നിക്ക്, ഇതിൽ ഞാനൊരു കാര്യം കണ്ടു. ലൗസിക്കാതെയില്ലേ, അത് നീയാണോ? നിന്റെ ഇമാജിനേഷൻ പവർ വേറെ ലെവലാണല്ലോ എന്ന് അവൻ പറഞ്ഞു. അയ്യോ എല്ലാം പോയി, ഇവനെല്ലാം കണ്ടോ, അയ്യോ എന്നോട് ക്ഷമിക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഓടാൻ നിൽക്കുന്നു. ഇങ്ങോട്ട് നോക്കേ, ആക്ച്വലി ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നറിയോ? ഞങ്ങൾ സംസാരിച്ച മുഴുവൻ നീ കേട്ടില്ലേ, അതിനെപ്പറ്റി നീ ആരോടും പറയരുത്. പറഞ്ഞെങ്കിൽ നിനക്ക് കിട്ടും. എന്ത് കിട്ടുമെന്നോ? എന്ത് കിട്ടുന്നേ? അത് റിവാർഡാണ്. നീ തന്നെയല്ലേ നിന്റെ ഓൺലൈൻ പേജിൽ കഥ എഴുതുന്നത്, ആ കഥയെല്ലാം നിനക്ക് റിയാലിറ്റിയിൽ വേണ്ടേ എന്ന് പറഞ്ഞ് കിസ് ചെയ്യാൻ വരുമ്പോൾ പെട്ടെന്ന് നോറ അതൊന്നും വേണ്ട. ഉടനെ അവൻ ചിരിച്ചിട്ട് പോടി, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അതിനാണോ നീ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നേ? ശരി, എൻ്റെ സീക്രട്ട് ആരോടും പറയരുത്. അത് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് നീ കണ്ടോ. നിന്റെ ഇമാജിനേഷനിലുള്ള ആദി ഞാനല്ല, ഞാൻ ടോട്ടൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവൾ ശരിയാണ്, ഞാൻ ഇമാജിൻ ചെയ്ത ആദ്യം ഇങ്ങനെയല്ല. ഞാൻ ഇങ്ങനെ ചെയ്താൽ എൻ്റെ മനസ്സിലുള്ള ഇവനോടുള്ള ഇഷ്ടം ഇപ്പം നഷ്ടമാകുമോ? അങ്ങനെ ആവരുത് എന്ന് മനസ്സിൽ കരുതിയിട്ട് ഒരു നിമിഷം നിൽക്ക്. നീ ഇപ്പോൾ എന്നെ കിസ് ചെയ്യാനല്ലേ വന്നേ? ഞാൻ നിന്നെ എൻ്റെ സ്വപ്നത്തിൽ 1000 തവണ കിസ് ചെയ്തിട്ടുണ്ട്. സോ നീ ഇപ്പോൾ ട്രൈ ചെയ്തോ എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ വേണ്ട, ശരി, നമ്മുടെ ഉള്ളിലുള്ള സീക്രട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ചിരിച്ചിട്ട് പോകുന്നു. എന്ത്, ആദ്യം എന്നോട് വന്ന് സംസാരിച്ചോ? എന്നെ കിസ് ചെയ്യാമെന്നോ? അയ്യോ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞവൾ തുള്ളി ചാടുന്നു. അതിനുശേഷം അവളുടെ ഓൺലൈൻ പേജിൽ ഒരുപാട് കഥകൾ ഇമാജിനേഷൻ ചെയ്ത് അവൾ എഴുതാൻ തുടങ്ങി. അയ്യോ ഇതൊക്കെ ഒന്ന് റിയാലിറ്റി നടന്നിരുന്നെങ്കിൽ എന്നവൾ പറയുമ്പോൾ പെട്ടെന്ന് ഒരു പെണ്ണ് വന്ന് ഇവളെ ഇടിക്കുന്നു. അവളുടെ പേര് സാറ. ആ സമയത്ത് നോറ സാറയുടെ കൈ നോക്കുമ്പോൾ ആദ്യയുടെ ജേഴ്സി ഉണ്ട്. പെട്ടെന്ന് അവൾ അവിടെ നിന്ന് ഓടുന്നു. നമ്മുടെ നോറ ഇത് കണ്ടിട്ട് ഈ ജേഴ്സിയുമായി ഇവളിതെങ്ങോട്ടാ? അവൾ അവിടെ നിന്ന് നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നു. അവിടെ ആദ്യമുണ്ട്. അത് ഞാൻ സാറിനെ കാണാൻ വേണ്ടിയാണ് വന്നത്. അറിയാം, അവിടെ വരാൻ കുറച്ച് ലേറ്റ് ആവും, നീ ഇപ്പോൾ പോ എന്ന് പറയുന്നു. ശരി, നീ എന്തിനാ എപ്പോഴും സ്റ്റാഫ് റൂമിലിരിക്കുന്നത്?
അത് നമ്മുടെ സാറില്ലേ എൻ്റെ അങ്കിളാണ്. സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. എന്ത്, നിന്റെ അങ്കിളാണെന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ശരി ശരി, പോകെ പോകെ നീ എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. അത് ആരോടും പറയാതെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ആ ശരി ശരി, ഞാൻ ആരോടും പറയില്ല. അല്ല, നിന്റെ ജേഴ്സി ഒരു പെണ്ണെടുത്ത് പോകുന്നത് കണ്ടോ? ഓ, എടുത്തിട്ട് പോയോ? അതിനിപ്പോ എന്താ? ഇതുപോലെ ഒരുപാട് ജേഴ്സി എൻ്റെ അടുത്ത് നിന്നും പോയിട്ടുണ്ട്. അതൊന്നും ഞാൻ മെയിൻറ്റ് ആക്കാറേയില്ല എന്നവൻ പറഞ്ഞു. ആ ജേഴ്സി ഒരുപാട് നാളായി എടുക്കണം, അതിന് സ്മെല്ലൊന്നും അറിയണം എന്നൊക്കെ ഇവക്ക് ഭയങ്കര മോഹമുണ്ടായിരുന്നു. അതൊക്കെ ഓർത്ത് അവൾ പറഞ്ഞു, എന്നാലും നീ ആ ജേഴ്സി മിസ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പം ആദിക്ക് ദേഷ്യം വന്നിട്ട് നീ ഒന്നും മിണ്ടാതിരിക്കോ? അവൾ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, ആരായാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൊയ്ക്കോട്ടെ എന്ന് ദേഷ്യത്തിൽ അവളോട് പറഞ്ഞു. നിന്റെ സംസാരത്തിൽ തന്നെ അറിയാം നിനക്ക് സങ്കടമുണ്ടെന്ന്. ഇങ്ങോട്ട് നോക്ക്, നീ നിന്റെ പണി നോക്ക്. ഓൺലൈനിൽ ഫേക്ക് സ്റ്റോറി ഇടുന്നവൾ എന്നോട് ഇത് പറയേണ്ടതില്ല. അപ്പോൾ നോറക്ക് ഭയങ്കര സങ്കടമായി. ശരിയാണ് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. നമ്മുടെ ആദിക്കും ഭയങ്കര സങ്കടമായി. വേണ്ടിയില്ലായിരുന്നു, പാവം എന്ന് പറഞ്ഞ് ഫീലാവുന്നു. ഇവിടെ നോറ, ഞാൻ ഒരുപാട് സംസാരിച്ച അവനിക്ക് എന്താ കുഴപ്പം? ഞാൻ കഥ എഴുതിയാ എന്താ അവനിക്ക് എന്ന് പിറപ്പിലെടുത്ത് ഫീൽ ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് സാറ് അങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് നോക്ക്, നിനക്ക് റിവ്യൂ എഴുതാനൊക്കെ നന്നായിട്ട് അറിയുമല്ലേ? ഞാനൊരു ബുക്ക് തരാം, അത് വായിച്ച് അതിൻ്റെ റിവ്യൂ ഒന്ന് എഴുതുമോ എന്ന് അവളോട് ചോദിച്ചു. സാർ, നിങ്ങൾ എന്താ എന്നോട് ഇതൊക്കെ എഴുതാൻ പറയുന്നത്? അത് ഒന്നുമില്ല. ആദ്യം പറഞ്ഞു നിനക്ക് ഇമാജിനേഷൻ പവർ ഉണ്ടെന്ന്, നീ നന്നായി സ്റ്റോറി എഴുതും എന്നൊക്കെ അവൻ പറഞ്ഞു. നിനക്ക് ഓക്കെ ആണെങ്കിൽ ഈ ബുക്ക് വായിച്ച് അതിൻ്റെ റിവ്യൂ ഒന്ന് എഴുതി തരുമോ എന്ന് ചോദിച്ചു. എന്ത്, ആദ്യം എന്നെ റെക്കമെൻഡ് ചെയ്തെന്നോ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടുന്നു. അത് അവളുടെ ബാക്കിൽ നിന്നും ആദി കാണുന്നു. അവനും അവളെ ഫോളോ ചെയ്യുന്നു. അവൾ എങ്ങോട്ടാണ് ഓടിയതെന്നറിയോ? നമ്മുടെ ആദിയുടെ ജേഴ്സി എടുത്തു പോയില്ലേ സാറ, അവളുടെ അടുത്തേക്കാണ്. നോക്ക് ആ ജേഴ്സി എന്ന് പറയുന്നു. എന്താ, ഈ ജേഴ്സി വാങ്ങാനാണോ നീ വന്നത് എന്ന് അവൾ ചോദിക്കുന്നു. ഇല്ല, ആക്ച്വലി ഇങ്ങനെ കട്ടെടുക്കുന്നതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞു. എന്താ, എന്നെ ഉപദേശിക്കാനാണോ നീ വന്നത്? അല്ലടാ, ഞാൻ ഉപദേശിക്കാനൊന്നും അല്ല വന്നേ. നീ എന്തൊരു ധൈര്യശാലിയാണ്, നിനക്ക് വേണ്ടത് നീ പോയി എടുത്തു. ആ ധൈര്യം ഇന്നേ വരെ എനിക്കില്ല. എനിക്ക് എല്ലാവരുമായി സംസാരിക്കാനും ഫ്രണ്ട്സ് ആവാനും ഒക്കെ തോന്നും, എന്നാൽ എനിക്ക് അതിനൊന്നും ധൈര്യമില്ലടാ. എന്നാൽ നിന്നെ നോക്ക്, നീ എല്ലാം ധൈര്യമായി ചെയ്യുന്നു. അയ്യോ, ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അവൾ പോവാൻ നേരം അതല്ല, കട്ടെടുക്കുന്ന തെറ്റാണ് എന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ പോകുമ്പോൾ സ്റ്റെപ്പിൽ നിന്ന് കാല് സ്ലിപ്പായി ടപ്പോന്ന് നിലത്ത് വീഴുന്നു. അപ്പോൾ സാറ, അയ്യോ ഇവക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് നോക്കുമ്പോഴതാ അവൾ ആദ്യം വന്ന് പിടിച്ചിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നോറ, നീയാണോ എന്നെ പിടിച്ചേ എന്ന് പറയുന്നു. പെട്ടെന്ന് സാറ വന്നിട്ട് എന്നൊക്കെ ആൺകുട്ടികളുടെ മുന്നിലൊന്നും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, അവരുടെ മനസ്സിൽ എന്താണ് ഉണ്ടാവുക എന്ന് ആർക്കറിയാം. അപ്പം നമ്മുടെ ആദ്യം അവളോട് ചോദിച്ചു, നീ എൻ്റെ ഫാനല്ലേ? ഫാനോ? പോടാ, ഇന്ന നിന്റെ ജേഴ്സി. അപ്പൊ നോറ ചോദിച്ചു, നീ ഇവന്റെ ഫാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവന്റെ ജേഴ്സി എടുത്തത്? ആക്ച്വലി ഞാൻ അത് കട്ടെടുത്തതല്ല, ആ ജേഴ്സി നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. സത്യം എന്താന്ന് വെച്ചാ ഞാൻ നന്നായി പെയിന്റിങ് ചെയ്യും. സോ ആ ജേഴ്സി എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് വരയ്ക്കാനാണ് ഞാൻ അതെടുത്തത്, അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം ഇതിനാണോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ആ ജേഴ്സി വാങ്ങി നടന്നു. എന്നിട്ട് നോറയോട്, നീ എന്തിനാ ഓവറായി ചെയ്യുന്നേ? ആ ജേഴ്സി വാങ്ങാൻ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ, നീ എന്തിനാ ഓവറാക്കുന്നേ? അപ്പൊ നോറ, നീയാണ് ഇവിടെ ഓവർ, നീ ഭയങ്കര ഓവർ സ്മാർട്ട് ആവണ്ട. സാറിനോട് നീയല്ലേ എന്നെ റെക്കമെൻഡ് ചെയ്തത്, അതെനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ? അപ്പം ആദ്യം പറഞ്ഞു, ശരി, നീ ഒരു ഇഡിയറ്റാണ്, നീ ഇപ്പോഴും ആ ഇമാജിൻ ലോകത്ത് നിന്ന് പുറത്ത് വന്നിട്ടില്ല. പോ, നിന്നെ ഇമാജിനേഷൻ പവർ യൂസ് ചെയ്തേ പോയി കഥ എഴുത് പോ. ഇല്ല, ഇനി ഞാൻ നിന്നെ ഇമാജിനേഷനിൽ കണ്ട് കഥ എഴുതില്ല. അതിന് പകരം നിന്റെ ശരിയായ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അതിനി നല്ലവനായാലും ചീത്തവനായാലും വാശിക്കാരനായാലും ശരി, നിന്റെ ശരിയായ ക്യാരക്ടർ എനിക്ക് മനസ്സിലാക്കണം എന്ന് പറയുന്നു. പെട്ടെന്ന് ആദിക്ക് ചിരി വന്നു. നിനക്ക് അറിയണോ എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ഗ്ലോസായി വന്ന് കിസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൾ പേടിച്ച് നിൽക്കുകയാണ്. അപ്പം അവൻ കിസ് ചെയ്യാതെ ചിരിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. അവൻ പോയതും ഇവൾക്ക് നാണം വന്ന് അവിടെ നിന്ന് ചിരിക്കുകയാണ്. ബട്ട് അവൾ സ്കൂളിൽ നിന്ന്, അവൻ എന്നെ കിസ് ചെയ്യാനല്ലേ വന്നത്, അവൻ സീരിയസ് ആയിട്ടാണോ വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെയുള്ള ഒരുത്തൻ, അവൻ സീരിയസ് ആയിട്ട് തന്നെയാണ് വന്നത് എന്ന് പറയുന്നു. അപ്പം ഇവൾ അത് പറയാൻ നീ ആരാ എന്ന് ചോദിക്കുന്നു. അപ്പം സാറ പറഞ്ഞു, ഇതെൻ്റെ ഫ്രണ്ടാണ്,
ഇവന്റെ പേര് ലിയോ എന്ന് പറയുന്നു. ഓ അങ്ങനെയാണോ, ശരി ശരി. ആക്ച്വലി ആദ്യം എന്നെ കൺഫ്യൂഷൻ ആക്കുകയാണ്. അവൻ സീരിയസ് ആയിട്ടാണോ അത് കളിപ്പിക്കുകയാണോ ഒന്നും അറിയുന്നില്ല എന്ന് നോറ പറയുന്നു. ഉടനെ ലിയോ പറഞ്ഞു, ഇങ്ങോട്ട് നോക്ക്, ഞാൻ നിന്റെ കയ്യിലടിച്ച് പറയാണ്, അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ അവൻ സാറിനോട് നിന്നെ റെക്കമെൻഡ് ചെയ്തത്? അവൻക്ക് എന്തോ ഒന്ന് നിന്നോട് ഉണ്ട്, നീ മിണ്ടാതിരിക്കെ, ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് സാറ പറയുന്നു. ശരിയാണ്, ഞാൻ അവനെ വിശ്വസിക്കില്ല, ഞാൻ ഇതൊന്നും സീരിയസ് ആക്കി എടുക്കുകയില്ല എന്ന് നോറ പറഞ്ഞു. ദെൻ ഈവനിങ് ആയി. അപ്പോൾ ആദ്യം നോറയുടെ അടുത്ത് വന്നിട്ട്, ഇന്ന് ഈവനിങ് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വീട്ടിലേക്ക് പോയാലോ? എന്ത്, ഒരുമിച്ച് വീട്ടിലേക്ക് പോവാന്നോ? എനിക്ക് സ്കൂൾ ക്ലീൻ ചെയ്യുന്ന വർക്കുണ്ട്. ആ, എല്ലാവരും കൂടി ക്ലീൻ വർക്ക് നിന്റെ തലയിലാക്കിയോ? എന്നാൽ നാളെ നമുക്ക് പോയാലോ? ഇല്ല, നാളെ ഞാൻ സാറയുടെ വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ബിസിയാണ്. ശരി, ഞാൻ പോവാണ് ദേഷ്യത്തിൽ പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. ഇവൻ എന്തിനാണ് ദേഷ്യം പിടിക്കുന്നേ എന്നാണ് ഇവൾ ആലോചിക്കുന്നത്. ഇവൾ ക്ലീൻ ചെയ്യാനും പോകുന്നു. അവിടെ ഒരു ചെക്കൻ ഇവളെ കണ്ണുവെട്ടാതെ നോക്കി നിൽക്കുന്നുണ്ട്. മറ്റു ഗേൾസ് എല്ലാം ബ്രേക്ക് വേണമെന്ന് പറഞ്ഞ് എല്ലാ പണിയും നോറയുടെ തലയിട്ട് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ആ ചെക്കൻ സൈലൻ്റ് ആയി വന്ന്, എല്ലാ പണിയും നിന്റെ തലയിലായോ, എന്തിനാ എല്ലാവരും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നേ എന്ന് പറയുന്നു. ജസ്റ്റ് ഹെൽപ്പ് അല്ലടാ, എന്നെ കൊണ്ട് ഒരാളെങ്കിലും സന്തോഷിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് എന്നവൾ പറയുന്നു. ഓക്കെ ഓക്കെ, എന്നാൽ ഇതും കൂടി നീ ചെയ്തോ എന്ന് പറഞ്ഞ് അവൻ്റെ ജോലിയും അവൾക്ക് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആയി. ഇവൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ സാറ് ഇവളോട് റിവ്യൂ എഴുതാൻ പറഞ്ഞില്ലായിരുന്നോ, അത് വേഗം എഴുതി തീർക്കുകയാണ്. ഈ റിവ്യൂ എഴുതിയിട്ട് വേണം ഇന്ന് എന്തായാലും അവൻ്റെ കൂടെ വീട്ടിലേക്ക് പോകണം. അവൻ അവിടെ നിന്ന് ഒരാളോട് പറയുന്നത് ഇവൾ കേൾക്കുകയാണ്. നാളെ സ്കൂളിൽ സ്പോർട്സ് തുടങ്ങിയല്ലേ, ഞാൻ ടെന്നീസ് കളിക്കാനുണ്ട്, സോ ഞാനിപ്പോൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവാൻ നിൽക്കുന്നു. എന്ത്, വീട്ടിലേക്ക് പോവാണെന്നോ? ഞാൻ ഇന്ന് നിന്റെ കൂടെ വരാമെന്ന് വിചാരിച്ചതാണല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച് പാവമായി ഇരിക്കുന്നു. ബട്ട് ആദ്യം ഇതൊന്നും നോക്കാതെ അവിടെ നിന്നും പോകുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആയി. ഇന്ന് സ്പോർട്സ് ഡേ ആണ്. നോറ ടേബിൾ ടെന്നീസ് കളിക്കുന്നുണ്ട്, നന്നായി തന്നെ അവൾ കളിക്കുന്നുണ്ട്. ഫൈനൽ സെലക്ട് ആവുന്നു. ഉടനെ സാറ, സൂപ്പർ ആയി, ഫൈനലിൽ നന്നായി പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. നേരത്തെ ക്ലീൻ ചെയ്യുമ്പോൾ നോറയുടെ അടുത്ത് വന്നിട്ട് സംസാരിച്ചില്ലേ, അവൻ്റെ പേരാണ് ഗുണ. അവൻ വന്നിട്ട് നീ നന്നായി ചെയ്തു, ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ബട്ട് ഹീറോയിൻ, എനിക്ക് ഇവനെ ഒന്നല്ല കാണേണ്ടത്, ആദ്യമേ പോയി കാണണം, അവൻ ടെന്നീസ് കളിക്കുന്നുണ്ടാവും, അവനെ പോയി പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആശ വെച്ച് അങ്ങോട്ടേക്ക് പോകുന്നു. ഇവിടെ ആദിയുടെ അടുത്തുള്ള ചെക്കന്മാരെല്ലാം ഇവൻ്റെ പിന്നാലെ എത്ര പെണ്ണുങ്ങളാണ് വരുന്നത്, ഇവനാണെങ്കിൽ ഒന്നിനെ പോലും മൈൻഡ് ആക്കുന്നില്ല, പ്രാക്ടീസും ചെയ്യുന്നില്ല, ഇവനെ എങ്ങനെ ജയിക്കാനാ എന്ന് ബാക്കിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കേട്ടപാട് ആദ്യക്ക് ടെൻഷനായി അവിടെ നിന്നും പോകുന്നു. ബട്ട് ഇവിടെ നോറ ആദ്യം വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവിടെയുള്ള ഗേൾസ് പറയുന്നത് ഇവൾ കേൾക്കാണ്. ഹേയ്, നീ ഒരു കാര്യം അറിഞ്ഞോ, ആദ്യക്ക് അടി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് അവൻ കളിക്കുന്നില്ല. ഇത് കേട്ട ഉടനെ നോറ, എന്ത്, അടി കിട്ടിയെന്നോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും സ്റ്റാഫ് റൂമിലേക്ക് ഓടുന്നു. അവിടെ അവൻ കിടന്നുറങ്ങുകയാണ്. ആക്ച്വലി നോറ ആദിക്ക് വേണ്ടി ഒരു ജേഴ്സി വാങ്ങി വന്നിട്ടുണ്ട്. അവൻ ഉറങ്ങുന്നത് കൊണ്ട് സൈലൻ്റായി അത് അവൻ്റെ മേലെ വെച്ച് അവിടെ നിന്നും അവൻ പോവാൻ നിൽക്കുമ്പോൾ അറിയാതെ അവളുടെ കയ്യിൽ നിന്നും ബുക്ക് താഴെ വീഴുന്നു. അത് കേട്ട് ആദ്യ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നു. അടാ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിച്ചു. ഇല്ല, നിനക്ക് അടി കിട്ടിയെന്ന് പറയുന്നത് കേട്ടു, അതുകൊണ്ടാണ് നിന്നെ കാണാമെന്ന് വിചാരിച്ച് ഞാൻ വന്നത്. ഓ അതാണോ? ആക്ച്വലി എനിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല, അത് കളവാണ് എന്ന് പറയുന്നു. എന്ത്, അടി കിട്ടിയിട്ടില്ല എന്നോ? പിന്നെ എന്തിനാണ് കളവ് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം, അവിടെ പോയി കളിക്കണോ? ഞാൻ കളിച്ചാൽ എന്ത്, കളിച്ചില്ലെങ്കിൽ എന്ത്, അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീ ഇവിടെ നിന്ന് പോ എന്ന് പറയുന്നു. ഓ, നീ തെറ്റായാണ് വിചാരിക്കുന്നത്, നിനക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ഗേൾസിനെല്ലാം എന്തുമാതിരി ഫീൽ ആവുന്നുണ്ടെന്ന് അറിയോ? നിനക്കെല്ലാം അറിയുന്ന പോലെ സംസാരിക്കാതെ ആ പെണ്ണുങ്ങളെല്ലാം എന്തിനാണ് എൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് അടി കിട്ടിയാലും എന്താ, വേറെ ചെക്കൻ്റെ പിന്നാലെ അവരെല്ലാം പോയിട്ടുണ്ടാവും, അവരെക്കുറിച്ച് എനിക്കറിയില്ലേ, ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുക, വേറൊരാൾ വന്നാൽ എന്നെ അവർ മറക്കും എന്ന് അവൻ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് നോറ കൊടുത്ത ജേഴ്സി എടുത്ത് ഒറ്റയേറെ. ഇവക്ക് വല്ലാണ്ട് സങ്കടമായി. ആ ജേഴ്സി നോക്കിയിട്ട് കരഞ്ഞിട്ട് മനസാക്ഷി ഇല്ലാത്തവനെ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ആദ്യം ഇവളെന്തിനാ ദേഷ്യം പിടിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ ഒരു ജേഴ്സി ഉണ്ട്, അത് അവളാണ് കൊടുത്തത് എന്നും അപ്പോഴാണ് അവനക്ക് മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞ് നോറ ഫൈനൽ ടെന്നീസ് കളിക്കുകയാണ്. ബട്ട് ആദ്യമായി ദേഷ്യം പിടിച്ച് വന്നത് കൊണ്ട് അവളെ കൊണ്ട് ഫോക്കസ് ചെയ്യാനേ കഴിയുന്നില്ല, 0 പോയിന്റിലാണ് ഉള്ളത്. ഫ്രണ്ട്സും അയ്യോ തോറ്റു പോകുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫീലായി ഇരിക്കുകയാണ്. പെട്ടെന്നൊരു സൗണ്ട് കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആദി നോറ കൊടുത്ത ജേഴ്സിയും ഇട്ട് ഓടി വരുന്നു. അവൻ ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ അവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അവൾക്കെല്ലാം മനസ്സിലായി. ഡു യു ആർ ബെസ്റ്റ്, ഇതാണ് അവൻ്റെ മുഖത്ത് നിന്ന് അവൾ വായിച്ചെടുത്തത്. ഇവൾക്ക് ഭയങ്കര സന്തോഷമായി, ഫുൾ എനർജി എടുത്ത് കളിക്കാൻ തുടങ്ങി. ബട്ട് ജയിക്കാൻ കഴിഞ്ഞില്ല. അതാലോചിച്ച് അവൾക്ക് സങ്കടമൊന്നുമില്ല. സാറല്ലേടി, വിട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആദ്യം കാണാൻ പോകുന്നു. അപ്പോൾ അവൻ, കൺഗ്രാറ്റ്സ്, നീ നിൻ്റെ ബെസ്റ്റ് കൊടുത്തു, പിന്നെ സോറി, ഞാൻ നിന്നോട് കുറച്ച് റൂഡായി സംസാരിച്ചു.
അത് കുഴപ്പമില്ല, നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു വിഷയം നേടിയെടുക്കാൻ വേണ്ടി നീ എന്തു ചെയ്യും, ഏത് അറ്റവും വരെ പോവും. ഉടനെ ആദ്യം അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അതോ നീ അന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയില്ലേ? അന്ന് ഞാൻ ആരും കാണാതെ നിന്നെ ഫോളോ ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ ആരും അറിയാതെ രഹസ്യമായി ടെന്നീസ് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത്. അവൻക്ക് അതിശയമായിട്ട് ഇത്രയും ദൂരം നീ എന്നെ ഫോളോ ചെയ്ത് വന്ന് ഇതെല്ലാം മനസ്സിലാക്കിയോ? അത് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ്. നീ എന്താ പറഞ്ഞത്? ഇതെല്ലാം സത്യമാണോ എന്ന് പറഞ്ഞ് അവൻ പിന്നിലൂടെ വന്ന് ഹഗ് ചെയ്യുന്നു. നോറ അവനെ തള്ളി മാറ്റി. ഹേയ്, നീ എന്താ പറഞ്ഞേ? ഞാൻ എങ്ങനെയാണോ അതുപോലെ എന്നെ സ്നേഹിക്കണമെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ എന്നെ തള്ളി മാറ്റിയത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ പുറത്ത് കുട്ടികൾ പോകുന്ന അവർ കാണുന്നു. അപ്പം രണ്ടുപേരും ഒളിച്ചിരിക്കുന്നു. രണ്ടാളും കണ്ണോട് കണ്ണ് നോക്കിയിട്ട് ആദ്യം അവളോട് പറഞ്ഞു, ആക്ച്വലി എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നോറ, ഞാൻ നിന്നെ കിസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു. അത് പിന്നെ ഓക്കെ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കിസ് ചെയ്യില്ല എന്ന് ആദ്യം പറഞ്ഞു. ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞതും അവൻ പോയി അവളെ കിസ് അടിക്കുന്നു. ഓക്കെ, ഇനി മുതൽ നീയാണ് എൻ്റെ ഗേൾഫ്രണ്ട്, ശരിയല്ലേ എന്ന് ചോദിക്കുന്നു. ശരിയാണ് എന്ന് പറഞ്ഞ് അവർ ചിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആയി. രണ്ടാളും ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പോൾ നോറ, എന്നെ കൊണ്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല, ഇമാജിനേഷനിൽ ഞാൻ എഴുതിയ കഥയെല്ലാം ഇപ്പോൾ റിയൽ ആയിട്ട് നടക്കുന്നു. നോക്കൂ, ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യുന്നു, ബട്ട് ഇത് പുറത്ത് പറയാതെ സീക്രട്ടായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആദ്യം നോക്കുന്നു. ആദ്യമാണെങ്കിൽ അവളെ നോക്കി ഒറ്റ സൈറ്റ്. എന്നാൽ ഒപ്പം ഉള്ളവരെല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും ലവ് ചെയ്യുന്നുണ്ടോ, ഞങ്ങളെ കൊണ്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്ന് പറയുന്നു. അതാ, അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അവൾ ചിരിക്കുന്നു. മണ്ടി, നീ എന്താ ഈ ചെയ്യുന്നേ? നോക്കിയപ്പോൾ അവിടെ എല്ലാവരും മിണ്ടാതെ സൈലന്റ് ആയിരിക്കുകയാണ്. നമ്മളാള് സ്വപ്നം കണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയാണ്. അപ്പുറത്ത് ആദ്യയോട് അവൻ്റെ ഫ്രണ്ട് വന്നിട്ട്, നടക്കട്ടെ, ഞാൻ ഒന്നും അറിയില്ല എന്നാണോ വിചാരിച്ചേ? നീ അവളെ നന്നായി കെയർ ചെയ്തോ, ഇല്ലെങ്കിൽ അവൾ നിന്നെ ഇട്ടേച്ച് പോകും എന്നവൻ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ആദ്യക്ക് സങ്കടമായി. ഞാൻ അവളെ ശരിക്കും കെയർ ചെയ്യുന്നില്ലേ എന്ന് വിചാരിച്ചിരിക്കുന്നു. ഈവനിങ് വീട്ടിലേക്ക് പോകുമ്പോൾ നോറ നടന്നു വരുന്നു. ശരി, ക്ലാസ് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിക്കൂടെ? ശരിയെന്ന് അവളും പറയുന്നു. പിന്നെ ഇന്ന് നൈറ്റ് നീ ഫ്രീ ആണോ? എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്നവൻ ചോദിച്ചു. നിന്റെ വീട്ടിലേക്കോ? എന്തിനെ? ഇല്ല, ചുമ്മാ, എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലില്ല എന്ന് പറഞ്ഞു. എന്ത് എന്ന് പറഞ്ഞ് നോറ ഷോക്കായി നിൽക്കുകയാണ്. അവൾ അവൻ്റെ കൂടെ വീട്ടിലേക്ക് പോയതിന് ശേഷം റൂമിൽ പോയിട്ട്, അയ്യോ ഞാനിപ്പോൾ എന്ത് ചെയ്യും, എന്നെ കൊണ്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല, അവൻ്റെ റൂമിൽ ഞാനോ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ആദ്യം ഒരു ഗ്ലാസ് പാലെടുത്ത് റൂമിലേക്ക് വന്നു. ഇവൾ അങ്ങനെ ഇരുന്ന് അയ്യോ എന്ത് സംഭവിക്കുക എന്നൊക്കെ വിചാരിച്ച് ഭയന്നിരിക്കുകയാണ്. നിനക്ക് എന്താണ് പ്രശ്നം? നിനക്ക് വേണ്ടി ഞാൻ ബനാന മിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇല്ല, എനിക്കൊരു പ്രശ്നവുമില്ല. ആക്ച്വലി എനിക്ക് ഇത് ഫസ്റ്റ് ടൈമാണ്. ഇതുപോലെ ഞാൻ ഇതുവരെ എവിടെയും പോയിട്ടില്ല, എന്നാലും ഞാൻ ഓക്കെ ആണ്. അപ്പോൾ അവൻ അവളുടെ അടുത്ത് വന്ന്, ഓ അങ്ങനെയാണോ, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അതെ, ഓക്കെ ആണ് എന്നവൾ പറഞ്ഞു. എന്നിട്ട് കിസ് ചെയ്യാൻ വേണ്ടി കണ്ണടയ്ക്കുന്നു. ഇവനും കിസ് ചെയ്യാൻ വരുന്നു. ബട്ട് നോക്കുമ്പോൾ അവൾ പേടിച്ച് വിറച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവനക്ക് പാവം തോന്നിയിട്ട്, എന്നോട് ക്ഷമിക്ക്, ഞാൻ ഒരിക്കലും നിന്നെ തെറ്റായി ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ജസ്റ്റ് നിന്നെ കെയർ ചെയ്യണമെന്ന് തോന്നി, നിനക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നി, അതിനാണ് വിളിച്ചത്. അതിന് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എന്നോട് ക്ഷമിക്ക് എന്ന് പറയുന്നു. അപ്പോൾ നോറ, ഇല്ല, എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് കിസ് ചെയ്യാൻ വേണ്ടി കണ്ണടച്ചിട്ട് വരുന്നു. അപ്പോൾ ആദ്യം, നീ എന്താണ് ഈ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. നോക്കിയപ്പോഴോ അവൾ ആദ്യയുടെ കഴുത്തിലാണ് കിസ് ചെയ്യുന്നത്. ഉടനെ അവൾ, അയ്യോ കണ്ണടച്ച് എവിടെയൊക്കെയോ ഞാൻ കിസ് ചെയ്തേ എന്ന് പറഞ്ഞ് നാണിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അപ്പോൾ ആദ്യം അതിനിപ്പോൾ എന്താന്ന് പറഞ്ഞ് അവനും കഴുത്തിൽ വന്ന് കിസ് ചെയ്യുന്നു. നോറ നാണിച്ച് ചിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആയി. നോറ സ്കൂൾ ഗാർഡൻ ക്ലീൻ ചെയ്യാൻ വന്നതാണ്. അവിടെ ഇരുന്ന് ഇന്നലെ നടന്നതൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. ആലോചിച്ച് നടന്നു വരുമ്പോൾ അവൾ പെട്ടെന്ന് താഴെ വീഴുന്നു. അപ്പോൾ ഗുണ വന്നിട്ട്, എന്താടി നീ പകൽക്കിനാവ് കണ്ടാണോ നടക്കുന്നേ എന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നോറ അവിടെ ഇരുന്ന്, അയ്യോ കാല് ഉളിക്കിയെന്നാണ് തോന്നുന്നേ. എന്ത് ഉളിക്കിയോ? നോക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ കാല് പിടിക്കുന്നു. പെട്ടെന്ന് അവൾ അവനെ തള്ളി. ഇല്ല, ഞാൻ നിനക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നോക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. ഇല്ല, സോറി, ഞാൻ കുറച്ച് ഓവറായാണ് റിയാക്ട് ചെയ്തത് എന്ന് നോറ പറഞ്ഞു. ഇല്ല, എല്ലാവരും എന്നോട് ഇങ്ങനെ തന്നെയാണ്, ഞാനാണ് ഓവർ. സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവരുമായി ഫ്രണ്ട്സ് ആയിട്ടിരിക്കാനാണ് വിചാരിക്കുന്നത്. എന്നാൽ എന്നാണെന്നറിയില്ല, ഇതേപോലെയാണ് എല്ലാം തെറ്റായി നടക്കുന്നു. എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ല, എപ്പോഴും എനിക്ക് എംപ്റ്റി ആയിട്ടാണ് ഫീൽ ആവുന്നത്. ശരി, ഞാൻ ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്തിനാ എന്ന് പറഞ്ഞ് അവൻ ഫീലായി അവിടെ നിന്നും പോകുന്നു. നിൽക്ക്, ആക്ച്വലി ഞാൻ നിന്നെ പോലെയാണ്, എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ല. എന്നാൽ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, നമ്മുടെ ഉള്ളിലുള്ള എംപ്റ്റി കെയർ ചെയ്യാൻ ഒരാൾ വന്നാൽ ആ എംപ്റ്റിനെസ് എല്ലാം പോവും എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? നിന്നെ കെയർ ചെയ്യാൻ ആ പേഴ്സൺ വന്നോ എന്നവൻ ചോദിക്കുന്നു. അതൊക്കെ ഉണ്ട്.
അത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം, ബോയ് ഫ്രണ്ട്സ് ആവാം എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് അവൻ്റെ ഫോൺ എടുത്ത് ഓൺലൈനിൽ ഒരു കഥ എടുത്ത് വായിച്ചിട്ട്, വാവ്, നിങ്ങൾ സൂപ്പറായി കഥ എഴുതുന്നുണ്ട്, ഞാൻ നിന്റെ ഫാനാണ് എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് നോറയുടെ ഫോണുണ്ട്. അതിൽ നോട്ടിഫിക്കേഷൻ വന്ന സൗണ്ട് കേട്ടു. എന്താണെന്ന് എടുത്തു നോക്കിയപ്പോൾ ഇത്രയും ദിവസം നമ്മുടെ നോറയ്ക്ക് സ്റ്റോറിയിൽ നല്ല കമന്റ്സ് ഇടാറില്ലേ, ആ പേഴ്സൺ അത് ഇവനാണ്. ഇത്രയും ദിവസം ഇവളുടെ കഥയാണ് അവൻ വായിച്ചു കൊണ്ടിരുന്നത് എന്നത് അവനക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നോറ ഓടി വന്നിട്ട്, അയ്യോ, എൻ്റെ ഫോൺ ഞാൻ ഇവിടെ മറന്നു വെച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ അവൻ, ഹേയ് ഒരു നിമിഷം, ഈ ലൗസിക്കാതി നീയാണോ എന്ന് ചോദിക്കുന്നു. അവൾ ഷോക്കായി. അത് നിനക്കെങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. ഇത്രയും ദിവസം നിനക്ക് കമന്റ് ചെയ്തത് ഞാനാണ് എന്ന് പറഞ്ഞ് അവൻ്റെ ഫോണിലുള്ളത് കാണിച്ചു കൊടുക്കുന്നു. ഇവക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി. ദെൻ നെക്സ്റ്റ് ഡേ ആയി. നോറയും ആ ഗുണയും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോൾ ഗുണ നോറയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോറ അത് കാണാതെ ഇരിക്കുകയാണ്. അപ്പോഴാണ് സാറ് പറയുന്നത്, ഓക്കെ, ഇനി 1 വീക്ക് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ ഒരു വലിയ കൾച്ചർ ഫെസ്റ്റിവൽ നടക്കും. സോ അതിന് നമ്മുടെ ക്ലാസ്സിൽ നിന്നും ഒരാൾ കമ്മ്യൂണിറ്റി മെമ്പറായി ജോയിൻ ചെയ്യണം. ആർക്കാണ് അതിന് താല്പര്യം എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു ഗേൾ എണീറ്റ് നിന്നിട്ട് പറയുന്നു, നമുക്ക് നോറയാക്കിയാലോ, എന്താന്ന് വെച്ചാൽ അവൾ സ്പോർട്സിൽ നന്നായി കളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും അതെ, നല്ല ഐഡിയ ആണ് എന്ന് പറയുന്നു. നോറ എണീറ്റ് നിന്നു. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ഫസ്റ്റ് ടൈമാണ് എല്ലാവരും അവളെ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ ആയിക്കോളാം എന്ന് പറയുന്നു. ദെൻ ആ കാര്യത്തെപ്പറ്റി അവൾ ആദ്യയോട് പറഞ്ഞു, ഹേയ് അത് വേണ്ട, എല്ലാം നിന്റെ തലയിലാവും. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആക്ച്വലി എനിക്ക് എല്ലാവരുടെയും ഹെൽപ്പ് ചെയ്യുന്നത് ഇഷ്ടമാണ് എന്ന് പറയുന്നു. എന്നാൽ എനിക്കത് ഇഷ്ടമല്ല. നീ കമ്മ്യൂണിറ്റി മെമ്പർ ആയാൽ പിന്നെ നിനക്ക് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല, നീ ബിസി ആവും എന്ന് പറയുന്നു. ശരി, ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം അവൾ ക്ലാസ്സിലേക്ക് പോകുന്നു. അപ്പോൾ അവളുടെ അടുത്തേക്ക് ഗുണം വന്നിട്ട് പറഞ്ഞു, ആക്ച്വലി നീയാണ് ലൗസിക്കാതി എന്നത് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ നിന്റെ കഥ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ അവൾ പറഞ്ഞു, ഇതാരോടും പറയാതിരിക്കാൻ ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത് എന്നവൾ ചോദിക്കുന്നു. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ എന്നവൻ ചോദിച്ചു. ആ, ഹെൽപ്പോ? എന്താ ഹെൽപ്പ്? പറ എന്ന് ചോദിച്ചു. ആക്ച്വലി അത് നീ എനിക്ക് ഫ്രണ്ട്സ് ആകുമോ എന്ന് ചോദിക്കുന്നു. എന്ത് ഫ്രണ്ട്സോ? അതെ, ഫ്രണ്ട്. ആക്ച്വലി നീ എനിക്ക് കമൻറ്റ് ചെയ്തപ്പോൾ അത് നീയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നാലും അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാലും റിയൽ ലൈഫിൽ നമ്മൾ ഫ്രണ്ട്സായ സൂപ്പറാകും എന്ന് പറഞ്ഞ് വരുമ്പോഴാണ് പിന്നിൽ ആദ്യം നിൽക്കുന്നത്. അപ്പോൾ നോറ അവനോട് പറഞ്ഞു, നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ആദ്യയും കൂട്ടി വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ആദ്യം അവളോട് ചോദിച്ചു, എന്താടി, എന്താ പ്രശ്നം? അപ്പോൾ അവൾ നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. ഓ, ഇതാണോ പ്രശ്നം? ഇതൊന്നും കുഴപ്പമില്ല. ഇൻസ്റ്റഗ്രാമിൽ നിന്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്ക്, ആ ചെക്കനെ ബ്ലോക്ക് ആക്ക്, അപ്പോൾ എല്ലാം ശരിയാവും എന്നവൻ പറഞ്ഞു. എന്ത്, ബ്ലോക്ക് ചെയ്യാനോ? അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. എന്ത്, ബ്ലോക്ക് ചെയ്യില്ലെന്നോ? എന്നാൽ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ നിന്റെ മനസ്സിലുണ്ടോ എന്നവൻ ചോദിക്കുന്നു. ഇല്ല, അവൻ എന്നെ പോലെ തന്നെയാ, എപ്പോഴും ലവ്ലിയാണ്. ജസ്റ്റ് അവൻ എൻ്റെ കൂടെ ഫ്രണ്ട് ആവണം എന്ന് പറഞ്ഞു. ഇതിൽ ഓവർ തിങ്ക് ചെയ്യാനൊന്നും ഇല്ല എന്നവൾ പറഞ്ഞു. ഓക്കെ, എന്നാൽ എനിക്കും അവനുമായി ഫ്രണ്ട്സ് ആവണം എന്ന് പറയുന്നു. ഓക്കെ എന്ന് അവളും പറയുന്നു. നെക്സ്റ്റ് ഡേ നോറ ഗുണനെ കാണാൻ പോയപ്പോൾ ആദ്യയും കൂട്ടി പോയി. അവനെ കണ്ടു. എന്നിട്ട് നോറ, ഹായ്, ഇതാണ് ആദി എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആദ്യം ഹലോ എന്ന് പറഞ്ഞു. ബട്ട് ആ ഗുണം എന്താ ചെയ്തതെന്നറിയോ? അതല്ല അവിടെ നിൽക്കെ, ഞാൻ ഇവളോടല്ല സംസാരിക്കാൻ വരാൻ പറഞ്ഞത്, നീ എന്തിനാ വന്നേ എന്ന് മുഖത്തടിച്ച പോലെ അതിയോട് ചോദിക്കുന്നു. ഹേയ് നിൽക്കെ, നീ എന്തിനാ ഇങ്ങനെ റൂഡായി സംസാരിക്കുന്നത്? ഇവൻക്ക് നിന്റെ അടുത്ത് ഫ്രണ്ട് ആവണമെന്ന് പറഞ്ഞു, അതിനാണ് വന്നത് എന്ന് പറയുന്നു. വേണ്ട, എനിക്ക് നിന്റെ ഫ്രണ്ട് ആവണം, വേറെ ആരുടെയും ഫ്രണ്ട് ആവണ്ട എന്ന് പറഞ്ഞു. എന്താ അങ്ങനെ? അവളുടെ കൂടെ ഫ്രണ്ട് ആവാമെങ്കിൽ എന്താ എൻ്റെ കൂടെ ഫ്രണ്ട് ആയാലേ എന്ന് ആദ്യം പറഞ്ഞു. എന്ത്, ഞാനെന്തിനാ നിന്റെ കൂടെ ഫ്രണ്ട് ആവുന്നേ? ഇത്രയൊക്കെ സംസാരിക്കാൻ നീ ഇവളുടെ ആരാ എന്ന് അവൻ ചോദിക്കുന്നു. ഹേയ്, രണ്ടുപേരൊന്നും മിണ്ടാതിരിക്കേ. അപ്പോൾ ആദ്യം ഞാൻ ഇവളുടെ ബോയ് ഫ്രണ്ടാണ് എന്ന് പറയാൻ വന്നപ്പോൾ തന്നെ നോറ അത് തടഞ്ഞിട്ട് ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, ഫ്രണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു. ആ, ഫ്രണ്ടല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഓവർ ആവുന്നേ എന്ന് കൂടെ പറഞ്ഞ് അവിടെ നിന്നും പോയി. ബട്ട് ആദിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം നോറ സോറി എന്ന് പറഞ്ഞു. സാരമില്ല, നീ എന്തിനാ സോറി പറയുന്നേ? ആ ഗുണ ഒരു ഓപ്പൺ ടൈപ്പാണ്, എന്തുണ്ടെങ്കിലും ഓപ്പണായി പറയും, അത് നീ സീരിയസ് ആക്കണ്ട. അതൊക്കെ, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ടാണ് എന്നുള്ള കാര്യം എന്താ നീ എന്നെ പറയാൻ സമ്മതിക്കാഞ്ഞേ എന്ന് ചോദിച്ചു. നീ അത് പറഞ്ഞാൽ അത് സ്കൂളിൽ പാട്ടാവും, അത് നമുക്ക് തന്നെയല്ലേ പ്രശ്നം, അതുകൊണ്ടാണ് എന്ന് അവൾ പറഞ്ഞു. ഓ അങ്ങനെയാണോ? എന്നാലും ആ ഗുണം ഭയങ്കര ഓവറാണ്. എന്താ അവൻക്ക് ഈ സ്കൂളിൽ ഫ്രണ്ട് ആവാൻ വേറെ ആരെയും കിട്ടിയില്ലേ? നിന്നെ മാത്രമേ കിട്ടിയുള്ളൂ. ഫ്രണ്ട്സ് ആവുക എന്നുള്ളത് ഭയങ്കര ഈസിയുള്ള കാര്യമാണ്, അതിനെന്തിനാ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നേ? എന്ത്, ഫ്രണ്ട്സ് ആവുന്നത് ഈസി ആണെന്നോ? ഇങ്ങോട്ട് നോക്കാതെ, ആക്ച്വലി ഞാനും ഗുണയും ഒരേപോലെയാണ്, അതൊരിക്കലും ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് നോറ പറഞ്ഞു.
ഓക്കെ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല, എന്നാൽ അവർക്ക് കഴിയും എന്നല്ലേ നീ പറയുന്നത്? എന്നാൽ ഈ റിലേഷൻഷിപ്പ് എന്തിനു മുന്നോട്ട് കൊണ്ടുപോകണം? ഇതിനൊരു അർത്ഥവുമില്ല. എന്ത്, നമ്മൾ ബ്രേക്കപ്പ് ചെയ്യണമെന്നാണോ നീ പറയുന്നത്? അതെ, നീയാണ് വിട്ടു തരാതെ സംസാരിക്കുന്നത്. അവനെ നന്നായി മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നു. അതേസമയം ഞാൻ എത്രത്തോളം ഫീൽ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നേ ഇല്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നായാൽ നല്ലതായിരിക്കും. നമുക്ക് ബ്രേക്കപ്പ് ആവാം. നീ അവനെ ലവ് ചെയ്തോ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. അവൾ ആകെ ഷോക്കായി ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് വരുന്നു. ദെൻ ഇതുപോലെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അവൾ കഥ എഴുതുന്നതൊക്കെ നിർത്തി. ആദ്യോട് സംസാരിക്കുന്നോ. അങ്ങനെ ഫെസ്റ്റിവൽ അടുത്തു. എന്താണെന്നറിയില്ല, സ്റ്റുഡൻസിന് കുറേ പേർക്ക് ഫുഡ് പോയ്സൺ വന്നു. എല്ലാവരും നമ്മുടെ നോറയുടെ അടുത്തേക്കാണ് വരുന്നത്. നീയല്ലേ ഇതിൻ്റെ ഒക്കെ ലീഡർ, ഇതിനൊരു സൊല്യൂഷൻ കാണും എന്ന് പറഞ്ഞ് നോറയ്ക്ക് പ്രഷർ കൊടുത്തുകൊണ്ടേയിരുന്നു. ഇവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ഈ സമയത്ത് ആദി ടെന്നീസ് പ്രാക്ടീസ് ചെയ്യാണ്. അങ്ങോട്ടേക്ക് ലിയോ വന്നിട്ട്, എടാ, നിന്റെ ഗേൾഫ്രണ്ട് ഭയങ്കര പ്രശ്നത്തിലാണ്. നീ ജോലിയാണല്ലോ, ഈ നേരത്തെ നീ അവളുടെ കൂടെ നിന്ന് അവൾക്ക് ആശ്വാസമാകും. സോ നീ അവളോട് പോയി സംസാരിക്കുക എന്നും പറഞ്ഞു. ഞാൻ എന്തേ സംസാരിക്കണം, അവൾ എൻ്റെ ഗേൾഫ്രണ്ട് ഒന്നുമല്ല എന്ന് ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നു. എന്നാലും അവളെ കാണാൻ വേണ്ടി അവൻ പോയി. ആ സമയത്ത് നോറ ഗുണയോട് സംസാരിക്കുമായിരുന്നു. അവൻ അവളോട് പറയാണ്, കണ്ടോ, എല്ലാം നിന്റെ തലയിലിട്ടത്. ഇവിടെ ആർക്കും നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്നോ നിന്നെ സന്തോഷത്തോടെ കാണണമെന്നോ നിർബന്ധമില്ല എന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഈ പൊസിഷൻ ഞാനായിട്ട് എടുത്തതാണ്. ഇതൊക്കെ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആക്ച്വലി ഇതുവരെ എന്നെ ആർക്കും ഈ പേരിൽ ഒരാൾ ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. ബട്ട് ഞാൻ ഈ പൊസിഷനിൽ വന്നപ്പോൾ എല്ലാവരും എന്നെ അറിയാൻ തുടങ്ങി, എന്നോട് വന്ന് സംസാരിക്കാൻ തുടങ്ങി. സോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആക്ച്വലി ആദ്യം എൻ്റെ ലൈഫിലേക്ക് വന്നു. അവൻ ഒരുപാട് ചേഞ്ച് ചെയ്തു. പിന്നെ താങ്ക്സ്, നീ എനിക്ക് തന്ന കമൻസ് വായിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ എല്ലാത്തിനും താങ്ക്സ് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. ഇത് ആദ്യം കേൾക്കുന്നുണ്ടായിരുന്നു. കേട്ടിട്ട് അവളുടെ അടുത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. ബട്ട് അവിടെ നിന്നും അവൻ വേഗം ഓടി പോകുന്നു. എന്താന്ന് വെച്ചാൽ അവന് ടെന്നീസിന് ടൈമായി. ഫെസ്റ്റിവൽ തുടങ്ങിയപ്പോൾ മുതൽ അവൾക്കൊരു റെസ്റ്റും കൊടുക്കാതെ കുട്ടികൾ ദേ ആ ക്ലിപ്പ് എവിടെയാ, ദേ ആ ജ്യൂസ് എവിടെയാ, ആ ടാപ്പ് എവിടെയാ എന്നൊക്കെ ചോദിച്ച് ശല്യം ചെയ്യുന്നു. ഇവക്ക് ഒരേ സമയത്ത് എല്ലാത്തിനും മറുപടി പറയാൻ കഴിയുന്നില്ല. ഇവക്ക് പറ്റാത്തത് കൊണ്ട് നീയല്ലേ ഇവിടെയുള്ള ലീഡർ, നീ ഇതെല്ലാം നോക്കണ്ടേന്ന് പറഞ്ഞ് എല്ലാവരും അവളുടെ ചുറ്റിൽ നിന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇവക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അപ്പൊ ലിയ വന്നിട്ട്, മിണ്ടാതിരിക്കെ, നിങ്ങൾക്കൊന്നും കഴിയില്ലേ, നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കുന്നു. ഞാൻ ടാപ്പ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ വേഗം സ്റ്റോർ റൂമിലേക്ക് പോകുന്നു. ടാപ്പ് എടുക്കുമ്പോഴും അവൾക്ക് കരച്ചിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ് എനിക്കിതൊന്നും ചെയ്യാൻ കഴിയാത്തത്? എന്നെ കൊണ്ട് കഴിയുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഈ പൊസിഷനിൽ ഞാൻ എടുത്തത്? എന്താ എനിക്കിതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദി ബാക്കിൽ വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. എടാ ആദി, നീയോ? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നിനക്ക് ടൂർണമെന്റ് ഇല്ലേ? നീ എന്താ ഇവിടെ നിൽക്കുന്നേ എന്ന് ചോദിച്ചു. ടൂർണമെന്റ് ജയിച്ചു എന്ന് പറഞ്ഞ് അവൻ മെഡൽ കാണിച്ചു കൊടുക്കുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. നീ കണ്ടോ, നിനക്ക് വേണ്ടി ഈ ടൂർണമെന്റിൽ എൻ്റെ ബെസ്റ്റ് കൊടുത്ത് ഞാൻ ജയിച്ചു. അതുപോലെ നിന്റെ ബെസ്റ്റ് കൊടുക്കേണ്ട സമയം ഇതാണ് എന്നവൻ പറഞ്ഞു. അപ്പൊ ഇവളും അതെ, ഞാനും എൻ്റെ ബെസ്റ്റ് കൊടുക്കും എന്ന് പറഞ്ഞ് പണിയെടുക്കാൻ തുടങ്ങി. എല്ലാം പണിയെടുക്കുന്നു. അന്ന് നൈറ്റായി, ഫെസ്റ്റിവൽ കഴിയാൻ പോവാണ്. ബട്ട് അവിടെയുള്ള എല്ലാവരും ആ സമയത്ത് ഒരു ഹെൽപ്പ് ചോദിക്കുന്നു. ഇങ്ങോട്ട് നോക്ക്, നീ ചെയ്തതെല്ലാം മതി എന്ന് പറഞ്ഞ് എല്ലാവരും അവളോട് താങ്ക്സ് പറയുന്നു. എന്ത്, നിങ്ങളെല്ലാവരും എന്നോട് താങ്ക്സ് പറയുന്നു? അതെ, നീ നിന്റെ ബെസ്റ്റാണ് ചെയ്തത്. നിന്നെ കൊണ്ട് മാത്രമാണ് ഈ ഫെസ്റ്റിവൽ ഇതേപോലെ സൂപ്പറായി നടന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും അവളെ ക്ലാപ്പ് ചെയ്ത് താങ്ക്സ് പറയുന്നു. ഇവക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ കൊണ്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ചിരിക്കുന്നു. അപ്പോൾ സാറ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, ഒരേ ഒരു ഹെൽപ്പും കൂടി നീ ചെയ്യോ പ്ലീസ്? ആ സ്റ്റെപ്പിൽ ഒരു ലാമ്പ് ഉണ്ട്, അതെടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. തീർച്ചയായും എന്ന് പറഞ്ഞ് നോറ അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെ ആദി നിൽക്കുന്നുണ്ട്. അപ്പോൾ നോറ, ഹേ ആദി, നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിച്ചു. ഞാൻ നിന്നോട് സോറി പറയാനാണ് വന്നത്. ആക്ച്വലി അന്ന് ഞാൻ കുറച്ച് റൂഡായാണ് സംസാരിച്ചത്. നീ ഇത്രയും ദിവസം ഇങ്ങനെ തനിയാണ് നിന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആരെയും സ്നേഹിക്കണമെന്ന് വിചാരിച്ചതല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിന്നെ കണ്ടത്. നീ എൻ്റെ ലോകം തന്നെ മാറ്റിമറിച്ചു. എന്ത്, ഞാൻ മാറ്റിയെന്നോ? അതെ, നീ തന്നെ. ഫസ്റ്റ് ടൈമാണ് ഒരാൾ എന്നോട് ഞാനായിട്ട് തന്നെ ഇരുന്ന് എന്നെ സ്നേഹിക്കണമെന്ന് പറയുന്നത്. അത് നീ മാത്രമാണ്. നീ വന്നപ്പോൾ എൻ്റെ ലോകം പുതുതായിട്ട് മാറി എന്നവൻ പറയുന്നു. അതെ, നീ വന്നപ്പോഴാണ് എൻ്റെ ലോകം കളറായത് എന്നവളും പറഞ്ഞു. കണ്ടില്ലേ, ഇങ്ങനെയുള്ള നമ്മൾ പിരിയണോ? എന്താ നീ പറയുന്നേ? നമ്മുടെ ബ്രേക്കപ്പ് ക്യാൻസലായോ എന്നവൾ ചോദിച്ചു. അതെന്ന് അവനും പറഞ്ഞു. ആ നേരത്ത് അവിടെ ആകാശത്ത് ഫയർ വർക്കെല്ലാം കണ്ടു തുടങ്ങി. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നിന്ന് അവർ കിസ് ചെയ്യുന്നു. ദെൻ ഒരു അടിപൊളി ഹാപ്പി എൻഡിങ്ങിൽ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.